Hi all, welcome to Lakshya School Plus. Myself പ്രജിൻ. +2 ബിസിനസ് സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ തലങ്ങൾ. രണ്ടാമത്തെ ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, എക്സാം ഓറിയന്റഡ് ടോപ്പിക്കാണ്, നന്നായി പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റും ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും. ഇപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. എന്താണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എല്ലാവർക്കും ഒരേ അധികാരങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ഡ്യൂട്ടീസോ അല്ല, വ്യത്യസ്തമായിരിക്കും. സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ആരാ? സ്ഥാപനം തുടങ്ങിയവർ, അതായത് ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്കാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വിവിധ മാനേജീരിയൽ പദവികളെ വേർതിരിക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വിവിധ മാനേജീരിയൽ പദവികളെ വേർതിരിക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുകളിൽ നിന്നും താഴോട്ടുള്ള അധികാര ശ്രേണിയെ വിളിക്കുന്ന പേരാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അതായത് ബിസിനസ് സ്ഥാപനത്തിന്റെ ലെവൽസിനെ പ്രധാനമായിട്ടും നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, സെക്കൻഡ് വൺ മിഡിൽ ലെവൽ മാനേജ്മെന്റ്, തേർഡ് ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പൊ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പൊ എന്താ മീനിങ് നമ്മൾ പറഞ്ഞത്? ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ഹയറാർക്കി ഓഫ് മാനേജ്മെന്റ് പൊസിഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം ഈസ് റെഫേർഡ് ടു ആസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്നും താഴോട്ടുള്ള അധികാര ശ്രേണിയെ വിളിക്കുന്ന പേരാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റിന് എത്ര ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? മൂന്നായിട്ട്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇതാ അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇനി ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ലോവർ ലെവലിൽ ആരെല്ലാം ഉൾപ്പെടുന്നു എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഒരുപാട് മാനേജീരിയൽ പദവികൾ തരും, എന്നിട്ട് ടോപ്പ് ലെവലിൽ ആരാണ് വിടുക, മിഡിൽ ലെവലിൽ ആരൊക്കെ ഉൾപ്പെടുന്നു, ലോവർ ലെവലിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത് സ്ഥാപനത്തിന്റെ ഓണേഴ്സ്, അതായത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവർ, പാർട്ട്നേഴ്സ് ഒക്കെയാണ് ഇവിടെ ഉൾപ്പെടുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത്. എക്സാമ്പിൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, GM ജനറൽ മാനേജർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഫിനാൻസ് ഓഫീസർ, ചെയർമാൻ തുടങ്ങിയവരാണ് എവിടെ ഉൾപ്പെടുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത്. എന്നാൽ മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത് എല്ലാം ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് മുഴുവനും ഉൾപ്പെടുന്നത് ഇതിലാണ്, മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ്. ഫോർ എക്സാമ്പിൾ പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഉൾപ്പെടുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ്. എന്നാൽ ലോവർ ലെവൽ മാനേജ്മെന്റ് പഠിക്കാൻ എളുപ്പമാണ്. തൊഴിലാളികളുമായിട്ട് ഇടപെടുന്നവർ, തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെ? സൂപ്പർവൈസർ, സെക്ഷൻ ഓഫീസർ, ഫോർമാൻ, സൂപ്രണ്ടന്റ് തുടങ്ങിയവരാണ് ലോവർ ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുക ഒരുപാട് പൊസിഷൻ ഇങ്ങനെ തരും, അല്ലെ? CEO, പർച്ചേസ് മാനേജർ, സൂപ്പർവൈസർ, GM ഇങ്ങനെ ഒരുപാട് പോസ്റ്റ് തന്നിട്ട് അവരെവിടെ ഉൾപ്പെടുന്നു എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ജനറൽ മാനേജർ, ചെയർമാൻ, ചീഫ് ഫിനാൻസ് ഓഫീസർ തുടങ്ങിയവരെല്ലാം ഉൾപ്പെടുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ്. എന്നാൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ് പഠിക്കാൻ നല്ല എളുപ്പമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും, പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഉൾപ്പെടുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ്. എന്നാൽ ലോവർ ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത് സൂപ്പർവൈസർ, സെക്ഷൻ ഓഫീസർ, സൂപ്രണ്ടന്റ്, ഫോർമാൻ തുടങ്ങിയവർ ഉൾപ്പെടുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റിലാണെന്ന് മനസ്സിലാക്കി. ഇവിടെ ഡൗട്ട് വരരുത്. GM
അഥവാ ജനറൽ മാനേജർ ഉൾപ്പെടുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ്. എന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ബാക്കി എല്ലാ മാനേജർമാരും ഉൾപ്പെടുന്നത് എവിടെയാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ്. അപ്പൊ ഇതൊരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓരോ മാനേജീരിയൽ പൊസിഷൻ തന്നിട്ട് അവർ എവിടെ ഉൾപ്പെടുന്നു എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. പഠിക്കുകയാണ്, എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് വലിയ മാർക്കിനാണ് വരുന്നത് എങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്തെല്ലാം? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തെല്ലാം? ഇങ്ങനെ ആലോചിക്കുക. സ്ഥാപനത്തിന്റെ ഓണർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തെല്ലാം? സ്ഥാപനത്തിന്റെ ലക്ഷ്യം നിർണ്ണയിക്കുന്നു, സ്ഥാപനത്തിൽ പോളിസീസ് പ്ലാനുകൾ തയ്യാറാക്കുന്നു, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ, ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. നോക്കൂ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ടോപ്പ് ലെവൽ അതോറിറ്റി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെ? ഫസ്റ്റ് പോയിന്റ്, ഫോർമുലേറ്റ് പോളിസീസ് ആൻഡ് പ്ലാനുകളും നയങ്ങളും തയ്യാറാക്കുന്നു. നെക്സ്റ്റ്, ഡിസൈഡിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, സ്ഥാപനത്തിന്റെ ലക്ഷ്യം തീരുമാനിക്കുന്നു. നെക്സ്റ്റ്, അപ്പോയിന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, പർച്ചേസ് മാനേജറെയും പ്രൊഡക്ഷൻ മാനേജറെയും സെയിൽസ് മാനേജർ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ്, ടോപ്പ് ലെവൽ അതോറിറ്റി ആണ്. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസ് ഇന്നോവേറ്റീവ് ഐഡിയാസ്, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ്, കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക, കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുന്നത് ടോപ്പ് ലെവൽ അതോറിറ്റി ആണ്. നെക്സ്റ്റ്, പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് ലീഡർഷിപ്പ് ടു ഓർഗനൈസേഷൻ അവാർഡ്, സ്ഥാപനത്തിന് മുഴുവനായിട്ടും ലീഡർഷിപ്പ് കൊടുക്കുക, അല്ലെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡയറക്ഷൻസ് കൊടുക്കുന്നത് ടോപ്പ് ലെവൽ അതോറിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ടോപ്പ് ലെവൽ അതോറിറ്റി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തെല്ലാം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ജനറൽ മാനേജർ അല്ലെങ്കിൽ എന്താണ് ചെയർമാൻ ഒക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികളാണ്. ഓണേഴ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ. സ്ഥാപനത്തിന്റെ ലക്ഷ്യം തീരുമാനിക്കുന്നു, സ്ഥാപനത്തിൽ പോളിസീസ് പ്ലാനുകൾ കൊണ്ടുവരുന്നു, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നു, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ ടോപ്പ് ലെവൽ അതോറിറ്റീസ് ആണ്. എന്നാൽ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്തെല്ലാം? സ്ഥാപനത്തിലെ മിഡിൽ ലെവൽ മാനേജേഴ്സ്, അതായത് നമ്മൾ ആര്, പർച്ചേസ് മാനേജറും സെയിൽസ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ, ഫസ്റ്റ് വൺ, ഇംപ്ലിമെന്റ് ദി പോളിസി ഡിസിഷൻ ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണ്. മുതലാളിമാർ പറയും, അത് നടപ്പിൽ വരുത്തുന്നത് മാനേജർമാരാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇംപ്ലിമെന്റ് ദി പോളിസി ഡിസിഷൻ ടേക്കൺ ബൈ ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. നെക്സ്റ്റ്, ടേക്ക് ഡിപ്പാർട്ട്മെന്റൽ ഡിസിഷൻ, ഡിപ്പാർട്ട്മെന്റൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ്, ഗൈഡ് ആൻഡ് ഇൻസ്പയർ ലോവർ ലെവൽ മാനേജേഴ്സ്. ലോവർ ലെവൽ മാനേജേഴ്സ്, സൂപ്പർവൈസറും സെക്ഷൻ ഓഫീസറൊക്കെ നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ്, സെർവ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ്, അല്ലെ. അപ്പൊ ഇവരുടെ ജോലി എന്താ? ഇവർക്കിടയിലുമുള്ള ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് ദി പ്രോബ്ലംസ് ആൻഡ് സജഷൻസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെന്റ്, അല്ലെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയങ്ങൾ കൈമാറുക, അല്ലെ, സജഷൻസും പ്രോബ്ലംസ് ഒക്കെ ആരുത്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, പ്ലാൻ ദി ആക്ടിവിറ്റീസ് ഓഫ് വാരിയസ് വർക്ക് യൂണിറ്റ് വിത്തിൻ ദി സെയിം ഡിപ്പാർട്ട്മെന്റ്. ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിലെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്ലാനുകൾ ചെയ്യുക. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ജോലികൾ പഠിച്ചു, മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ജോലികൾ പഠിച്ചു. നെക്സ്റ്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്, നമ്മളെ സൂപ്പർവൈസർ ചെയ്യുന്ന ജോലി എന്താണ്? സെക്ഷൻ ഓഫീസർ ചെയ്യുന്ന ജോലി എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാനിങ് ഓഫ് ഡേ ടു ഡേ വർക്ക്, ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് സൂപ്പർവൈസറാണ്. ഓരോ ദിവസവും തൊഴിലാളി ചെയ്യേണ്ട ജോലി എന്താണെന്ന് പ്ലാൻ ചെയ്യേണ്ടത് സൂപ്പർവൈസറാണ്. നെക്സ്റ്റ്, അറേഞ്ചിങ് മെറ്റീരിയൽസ്, മെഷീനറി, ടൂൾസ്, അല്ലെ, തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ മെഷീനറിയും മെറ്റീരിയൽസും ടൂൾസും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? സൂപ്പർവൈസറാണ്. നെക്സ്റ്റ്, അസൈൻമെന്റ് ഓഫ് വർക്ക് ആൻഡ് ഇഷ്യൂയിങ് ഓർഡർ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ. ഇവാലുവേറ്റിംഗ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്. എന്താ ഇവാലുവേറ്റിംഗ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഓരോ തൊഴിലാളിയുടെയും ജോലി നിർവഹണം വിലയിരുത്തുന്നത് ആരാണ്? ഈ ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, അല്ലെ, എന്തെങ്കിലും ജോലിയിൽ അപാകതകൾ ഉണ്ടെങ്കിൽ തിരുത്തി നൽകുന്നത് ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. നെക്സ്റ്റ്, സെൻഡിങ് റിപ്പോർട്ട്സ് ടു ഹയർ അതോറിറ്റി, ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആരാണ്? ഈ ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസും മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ്. ലോവർ ലെവൽ മാനേജേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരിക്കും കാണുക. ABC കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മിസ്റ്റർ സജിനെ
സൂപ്പർവൈസറിൽ നിന്നും പ്രൊഡക്ഷൻ മാനേജറായി പ്രൊമോട്ട് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ എ, സജിൻ ജോലി ചെയ്യുന്ന മാനേജ്മെന്റ് തലം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ ബി, സജിൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 ജോലി ഏത്? അപ്പോൾ ഇവിടുന്ന് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ നമ്മൾ ആൻസർ എഴുതുക? സജിൻ എവിടെയായിരുന്നു? സൂപ്പർവൈസർ ആയിരുന്നു. സൂപ്പർവൈസറിൽ നിന്നും സജിൻ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ്, അല്ലെ, പർച്ചേസ് മാനേജർ ആക്കിയാണ്. അപ്പൊ സജിൻ ഇപ്പൊ ജോലി ചെയ്യുന്ന മാനേജ്മെന്റ് തല ഏതാ? പർച്ചേസ് മാനേജർ എവിടെ വിടുക? മിഡിൽ ലെവലിലാണ്. അപ്പോൾ ആൻസർ മിഡിൽ ലെവൽ. ഇനി സജിൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 ജോലികൾ എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ ലെവലിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 ജോലികൾ. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക? അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഓരോ മാനേജീരിയൽ പൊസിഷൻ തന്നിട്ട് അവരെവിടെയൊക്കെ ഉൾപ്പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിനെ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഇത് +2 പഠിക്കാനുള്ള 5 ചാപ്റ്ററാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്ലാനിങ് സിംപ്ലി മീൻസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ചിന്തിക്കുന്ന മാനേജ്മെന്റ് പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് പ്ലാനിങ്. എന്ത് ബിസിനസ്സാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടത് തുടങ്ങിയ ചിന്താപരമായ പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ് സിംപ്ലി മീൻസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ചിന്തിക്കുന്ന മാനേജ്മെന്റ് പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് പ്ലാനിങ്. നെക്സ്റ്റ്, ഓർഗനൈസിങ്. Organizing refers to identification and grouping of activities undertaken in the organization for achieving specified objectives. സ്ഥാപന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി സ്ഥാപനത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഓർഗനൈസിങ്. ചിട്ടയോട് കൂടിയ ഒരു സംവിധാനം സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നതിന് വിളിക്കുന്ന പേരാണ് ഓർഗനൈസിങ്. പഠിക്കണം. നെക്സ്റ്റ്, സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിലെ വിവിധ ജോലികൾ ചെയ്യാൻ ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിന് വിളിക്കുന്ന പേരാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് സിംപ്ലി മീൻസ് പുട്ടിംഗ് പീപ്പിൾ ടു വാരിയസ് ജോബ്. വിവിധ ജോലികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിന് വിളിക്കുന്ന പേരാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് സിംപ്ലി മീൻസ് പുട്ടിംഗ് പീപ്പിൾ ടു വാരിയസ് ജോബ്. സ്ഥാപനത്തിലെ വിവിധ പദവികൾ സ്ഥാപനത്തിലെ വിവിധ ജോലികൾ ചെയ്യാൻ ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിന് വിളിക്കുന്ന പേരാണ് സ്റ്റാഫിംഗ്. നെക്സ്റ്റ്, ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം കൊടുക്കുക, തൊഴിലാളികൾ നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഗൈഡിങ് കൊടുക്കുക, ഇൻസ്പയർ ചെയ്യുക, അവർ ചെയ്യുന്ന ജോലിയെ നിരീക്ഷിക്കുക. അപ്പോൾ സ്ഥാപന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി തൊഴിലാളികൾക്ക് ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും അവരെ മുന്നോട്ട് നയിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റിംഗ്. നെക്സ്റ്റ്, കൺട്രോളിംഗ്. കൺട്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാൻ അനുസരിച്ചാണോ സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വിലയിരുത്തുന്ന മാനേജ്മെന്റ് ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഇസ് എ പ്രോസസ് ഓഫ് to ensure the activities of personnel and use of resources are conform with the plan. പ്ലാൻ അനുസരിച്ചാണോ സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് വിലയിരുത്തുന്ന മാനേജ്മെന്റ് ഫംഗ്ഷനാണ് കൺട്രോളിംഗ്. അപ്പോൾ ഈ 2 ടോപ്പിക്ക് നന്നായി പഠിച്ചു വേണം. പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ലെവൽസ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസും ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കും. അപ്പോൾ നന്നായി പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബൈ, താങ്ക് യു.